morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. പേര് സോളിന, SOLY. നമ്മള് പുതിയ ബാച്ചാണ്, പുതിയ കുട്ടികളാണ് നിങ്ങള്. എനിവേ നമുക്ക് എന്താ പറയാ, വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലാസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ക്യാച്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നു വിശ്വസിക്കാം. എനിവേ നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻസ് അതിന്റെ PDF ഉണ്ടോ? നിങ്ങളുടെ കൈവശമുണ്ടോ? No, ma'am. ആരുടെയും കൈവശമില്ല. ഉണ്ടെന്ന് പറയുന്നുണ്ട്, yes എന്ന് പറയുന്നുണ്ട്. എനിവേ ചിലരുടെ കൈവശമില്ല. എങ്കിലും ഓക്കെ, പ്രിന്റ് എടുത്തിട്ടുണ്ട് പറയുന്നുണ്ട്. എനിവേ നമുക്ക് പ്രിന്റ് എടുത്തില്ല മാം. അത് നിങ്ങളൊന്ന് കൈയോടെ എടുക്കാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അതിന്റെ മുകളിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാൻ എളുപ്പം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ ഒന്ന് വായിച്ചാൽ തന്നെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ കാര്യം ഉണ്ടെങ്കിലാണല്ലോ അത് നമുക്ക് അത്രയും എന്തെങ്കിലും മാർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. ബുക്സിന് പറഞ്ഞിട്ടുണ്ട് മാം, അയക്കാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും നമ്മള് എന്താ പറയാനായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്ന വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് വേണമെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കുകയോ മലയാളം മീനിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യാം. എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്, പക്ഷെ ഇത്തിരി വലിയ ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻ എന്നുള്ളത് ഒരു ചെറിയ എന്താ പറയുക, ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചെറിയ വലിയ ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് തന്നെ എടുക്കാന്ന് വെച്ചത്. കാരണം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയല്ലേ, ഇൻട്രൊഡക്ഷനും ഇതൊക്കെ ഹിസ്റ്ററി ഓഫ് ഇതൊക്കെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയല്ലേ. ചെറിയ ക്ലാസ്സുകളല്ലേ, ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഇത് ഇച്ചിരി വലുതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് അപ്പോ സ്റ്റാർട്ട് ചെയ്യാലോ. ഞാനെന്തോ മ്യൂട്ട് ഓപ്ഷൻ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ചിലർക്ക് ഡിസ്റ്റർബ് ആവും, അതുകൊണ്ടാണ്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമുക്ക് അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഞാൻ എനിക്കൊരു ചെറിയ സൈറ്റ് വേരിയേഷൻ ഉള്ളതാണ്, കുറച്ച് താഴേക്ക് നോക്കി വായിക്കും, എന്നാലും വ്യൂ നിങ്ങളുടെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ സംസാരിക്കുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻസ്. നെയിം സോളി, SOLY. യെസ്റ്റർഡേ ക്ലാസ് റെക്കോർഡ് കിട്ടിയില്ല, ഞാനത് ഇവിടെ ഇൻഫോം ചെയ്യാം, ടെക്നിക്കലില് ഇൻഫോം ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻസ് ആണ്, ചാപ്റ്റർ 8 ആണ്. നിങ്ങളുള്ളവരെ എടുത്തു വെക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും മീനിങ്സ് ഒക്കെ വേണ്ടതുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് പോവാം. അഥവാ ഇല്ലാത്തവര് നിങ്ങള് ലെക്ചർ നോട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് വർക്ക് ഫ്ലോ? അല്ല പറയുന്നത്, കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡ്. ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തേക്കാണ്. നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പേഷ്യൻസും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെയാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ അല്ലെ. അപ്പൊ ആ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല, പക്ഷെ അവരെ കിങ്ങിനെ പോലെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആ വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഈ പേഷ്യൻസ് വന്നാൽ മാത്രമേ ഹോസ്പിറ്റലിൽ നന്നായിട്ട് റണ്ണിങ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മള് പിന്നല്ല എങ്കിൽ കൂടി ഇങ്ങനെ പോലെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് സന്നദ്ധരായിരിക്കണം. അത് പ്രധാനമായിട്ടും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് അവരെ നമ്മള് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ വളരെ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് വെൽക്കം ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കോട്ടിങ്ങില് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. നോക്കാം. A medical receptionist is an inevitable part of a well-functioning healthcare team. അതായത് നമ്മുടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ പേഴ്സൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞ അവിഭാജ്യ ഘടകമാണ് എന്ത് ഹെൽത്ത് കെയർ ടീമിന്റെ, നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രത്തിന്റെ, അതായത് ആ വർക്കേഴ്സിന്റെ ഇടയിലെ പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി.
ഇനി പറയുന്നു ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ medical receptionist to create a friendly, welcoming and well organized front office for patients and to facilitate the well functioning of the hospital. അതായത് നമ്മള് പറഞ്ഞു അല്ലെ, അവര് ഒരു പ്രധാനപ്പെട്ട വൈറ്റൽ ഒരു ഇൻവിറ്റബിൾ പാർട്ടാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറയുന്നത്, ഡോക്ടേഴ്സ്, നഴ്സുമാര് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ്, അവിടെയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ ഈ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം പേഷ്യൻസ് വരുമ്പോൾ അവര് റെക്കോർഡ് ചെയ്യുന്ന അനുസരിച്ചാണ് ഈ ഡോക്ടറിന് ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്, എത്ര പേഷ്യൻസ് ആണ് എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ട് വിധേയമാക്കാനായിട്ട് വരുന്നത്, എന്തെങ്കിലും സ്കാനിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടോ പേഷ്യൻസ്, അതെല്ലാം അറിയുന്നത് എന്താണ്, ഈ റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്ന ഈ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് അല്ലെ. അവിടെയുള്ള രജിസ്ട്രേഷൻ ഫംഗ്ഷൻ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സും അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെങ്കിലും മറ്റ് സ്കാനിങ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാവരും അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണ് എന്താ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഡിപ്പെൻഡബിൾ പേഴ്സൺ ആണെന്ന്, അവരെ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റു വർക്കേഴ്സ് ഉള്ളത് എന്ന് പറയുന്നത്. ഇനി വീണ്ടും പറയുന്നു, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ്. നമുക്കറിയാം നമ്മൾ വരുന്ന പേഷ്യൻസ് അവരോടൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ റിസപ്ഷനിസ്റ്റ് എങ്ങനെയാ പറയും പെരുമാറേണ്ടത്. സ്ക്രീൻ ഇല്ലേ, നിങ്ങൾ വിസിബിൾ അല്ലേ, ഇത് സ്ക്രീൻ ഇട്ടിട്ടില്ല, ഞാനിവിടെ വായിക്കുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്നുണ്ട്, എന്ന് പറയുന്നുണ്ടോ, സംതിങ് എന്തോ റോങ് ആയിരിക്കും, ആർക്കോ വിസിബിൾ അല്ലാത്തതാണ്, അത് അവരുടെ നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും പറയുന്നത് കേട്ടോ. എനിവേ നിങ്ങൾക്ക് കിട്ടാത്തതായിരിക്കും, ചിലപ്പോ നല്ല നെറ്റ് ഇഷ്യൂ ആയിരിക്കും നോക്കൂട്ടോ. ഓക്കെ, എന്താണെന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, നമ്മുടെ റിസപ്ഷനിസ്റ്റ് എന്നുള്ള പേഴ്സൺ എന്താണ് പേഷ്യൻസിനോട്, അവരോട് നല്ല ഫ്രണ്ട്ലി അല്ലെ, നമ്മൾ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിരിക്കും വരുന്നത്. അവരോട് എന്താണ്, അവരെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ നമ്മൾ സാധാരണ രീതിയിൽ ചോദിച്ചറിയാം അല്ലെ, മര്യാദയോട് കൂടിയിട്ട്. ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ ആയിക്കോളൂ, ചെയ്ത് നോക്കിക്കോളൂ, ചിലപ്പോ വിസിബിൾ ആവും. ഓക്കെ, എന്തോ എങ്കിലും നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ എന്ന് പറയുന്നത്. ഓക്കെ ഗുഡ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇതും കൂടെയും കാണാൻ പറ്റിയില്ല, കയ്യിലുമില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഫോളോ ചെയ്ത് പോവാൻ. അപ്പൊ നോക്കാം, എന്താണ് റിസപ്ഷനിസ്റ്റ് ശരിക്കും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ടായിരിക്കണം പേഷ്യൻസിനോട് ഡീൽ ചെയ്യേണ്ടത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട്, എന്താണ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എന്താണ് അസുഖം, അല്ലപ്പോ നിങ്ങൾക്ക് ഇന്ന ഡോക്ടറെ കാണാം, ഇവിടെ ഇതിനുള്ള ലാബ് സൗകര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അങ്ങനെയുള്ള കുറെ ഇൻഫോർമേഷൻസ് റിസപ്ഷനിസ്റ്റ് ആണ് ഈ പേഷ്യൻസിനോട് കൊടുക്കുന്നത്. അപ്പൊ അവരോട് ഒരു ഫ്രണ്ട്ലി, നല്ലൊരു എന്താ പറയുക ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന കൂട്ടുകാരനെ പോലെ, അതേമാതിരി തന്നെ വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്, അതായത് അവരോട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫംഗ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇതിങ്ങനെ ഒരു പോയിന്റ് ഞാൻ പല രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, അതുകൊണ്ടാണ് പകുതിയായിട്ട് പറയേണ്ടി വരുന്നത്. ഇതിൽ ഞാൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല പ്രവർത്തനം അല്ലെ, ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്കാനിങ് സെന്റർ ആണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമിൽ ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടാനായിട്ടുള്ള സൗകര്യമുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഈ നമ്മുടെ പേഷ്യൻസിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതും ആര് തന്നെയാണ്, ഈ റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഫങ്ഷനിങ് ഫെസിലിറ്റേറ്റ് അവരെ പ്രദാനം ചെയ്യുന്നത് ആരുടെ കൂടെയാണ്, നമ്മുടെ റിസപ്ഷനിസ്റ്റ് വഴിയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം, ഒരു അവിഭാജ്യ ഘടകമാണ്. ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ പറയുന്നു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള വെൽക്കമിങ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻ നല്ല രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നത് ആര് തന്നെയാണ്, ഈ റിസപ്ഷനിസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ?
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ചോദിക്കാം. നിങ്ങൾ ഇനി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിലേക്കാണോ ഇരിക്കേണ്ടത്. മൈൻഡ് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താ പറയുന്നത്, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. എന്താണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ, ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ്. ഞാൻ ഫോളോ ചെയ്യാൻ എന്താ പറയുന്നത്, കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, എന്താ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ദ നീഡ് ഫോർ എ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. അത് ഫസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ടും ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സൺ, അവർക്ക് അതിൻ്റെതായ തൊഴിൽ അഭിരുചി അല്ലെ, തൊഴിൽ വൈദഗ്ധ്യം അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. നോക്കാം എന്തുകൊണ്ടാണ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി. ദ ഹോസ്പിറ്റൽ ഈസ് വെയർ പീപ്പിൾ കം ടു വിസിറ്റ് വെൻ എയ്തർ ഓർ ദെയർ ക്ലോസ് വൺസ് ആർ അൺവെൽ. അതായത് നമ്മൾ അധികം വരുന്നവര് അല്ലെ, പേഷ്യൻസ് ആയിട്ട് വരുന്നവരെന്ന് പറയാം. ഹോസ്പിറ്റൽ നമുക്കറിയാം മറ്റുള്ള ഇൻഡസ്ട്രികളെ പോലെയല്ല അല്ലെ. നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ ചെല്ലുന്നത് എന്താണ്, നമുക്ക് അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ സാധനങ്ങൾ മേടിക്കാനായിരിക്കാം, ചിലപ്പോൾ സേവനങ്ങൾ പർച്ചേസ് ചെയ്യാനായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ സേവനം നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ വരുന്നവര് ചിലപ്പോൾ എല്ലാവരെ പോലും എല്ലാം എന്താണ് അൺവെല്ലായിരിക്കും അല്ലെ. നല്ല കൂടി ഹെൽത്തോടു കൂടിയൊന്നല്ല വരിക. അവർക്ക് അസുഖം ഉണ്ടാകും, അവരുടേതായ പെയിൻ ഉണ്ടാകും, ചിലപ്പോൾ അവരുടെ മൈൻഡൊക്കെ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു വികാരങ്ങൾ നിറഞ്ഞ രീതിയിലാണ് പേഷ്യൻസ് അവിടെ ചെല്ലുന്നത്. അതാണ് പറയുന്നത്, മറ്റുള്ള ഇൻഡസ്ട്രി, മറ്റുള്ള സ്ഥാപനങ്ങളെ പോലെയല്ല റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം അവര് ക്ലോസ് ചെയ്യേണ്ടത്, അവര് അഭിമുഖീകരിക്കേണ്ടത്, ബന്ധപ്പെടേണ്ടത് ആരായിട്ടാണ്, അൺവെല്ലായിട്ടുള്ള പേഴ്സൺസുമായിട്ടാണ്, നല്ല രോഗാവസ്ഥയിലുള്ള വ്യക്തികളുമായിട്ടാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. This make the people come to the hospital impatient, anxious and curious. അതായത് അങ്ങനെ വരുമ്പോഴാണ് എന്താണ്, നമുക്കറിയാം ഈ പേഷ്യന്റ് എന്ന് പറയുന്നത് അവർക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഇതല്ല അല്ലെ, മൈൻഡ് അല്ല. അപ്പൊ അവര് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും. അതായത് ചിലപ്പോ അവര് ഇംപേഷ്യന്റ് എന്ന് വെച്ചാൽ അക്ഷമരായിരിക്കും അല്ലെ, വേദന കൊണ്ട് ചിലപ്പോ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും അവര് ഹോസ്പിറ്റലിൽ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ സമീപിക്കുന്നത്. ചിലപ്പോൾ ആൻഷ്യസ് ആയിരിക്കും, അവർക്ക് എന്താണ് ആ അസുഖം എന്നുള്ള ആ ഒരു ഉത്കണ്ഠ അല്ലെ, ജിജ്ഞാസ എന്നൊക്കെ പറയുന്നത് എന്താണ്, ക്യൂരിയസ്, അത്തരത്തിലുള്ള ജിജ്ഞാസയൊക്കെ നിറഞ്ഞിട്ടായിരിക്കും ഈ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സ് ഒക്കെ അവിടെ ചെല്ലുന്നത്, റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്നത്. Here comes the importance or necessity of handling such patients or their family members with more professionalism. അതുകൊണ്ട് തന്നെ എന്താന്നാ പറയുന്നത്, അവരുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് ആ പേഷ്യന്റ് സജസ് ആ പേഷ്യന്റ് എങ്ങനെയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് കൂടി ചിലപ്പോൾ പെരുമാറുന്ന രീതിയിലായിരിക്കും അല്ലെ. ആ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അവരെ തന്നെ സ്വന്തം ഫാമിലിയുടെ ഒരു അംഗത്തെ പോലെ മനസ്സിലാക്കി മൈൻഡ് വെച്ചുകൊണ്ടായിരിക്കണം അവരിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടത്. അതേമാതിരി തന്നെ പറയണം വിത്ത് മോർ പ്രൊഫഷണലിസം, അവർക്ക് അതിൻ്റെതായ കുറെ തൊഴിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ പോലും ഏബിൾ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ അവരോട് പരമാവധി ശാന്തതയോടുകൂടി ചോദിച്ചിട്ടായിരിക്കണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഡോക്ടേഴ്സിനെ തീരുമാനിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ചില പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ശാന്തമായ ചിലപ്പോൾ ഡ്രഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേറൊരു രീതി ആയിരിക്കും ക്യാച്ച് ചെയ്യേണ്ടത് അല്ലെ. ഈ പേഷ്യന്റ് എന്താ പറയുക, റിസപ്ഷനിസ്റ്റിന് വേറൊരു രീതി ഉപയോഗിക്കേണ്ടതായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള രീതി നമ്മൾ ഉപയോഗിക്കാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ് എന്ത് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy and courtesy. ഇതില് വീണ്ടും മീനിങ് പറയുന്നുണ്ട്. അവര് പ്രൊഫഷണലി തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം, സിമ്പതി ഉണ്ടാവാതിരിക്കണം, അതായത് കരുണ, ദയ അല്ലെങ്കിൽ courtesy, വിനയം, ഫോളോയിങ് ഓൾ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ പ്രോട്ടോകോൾസ്. പക്ഷെ അതേപോലെ തന്നെ എന്താണ് അവർ പറയുന്ന വേറൊരു കാര്യം കൂടി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസ് വന്ന് അവരെ ഭയങ്കര വേദനയോട് കൂടിയിട്ടാണ് അവരെ നമ്മൾ സമാധാനിപ്പിച്ച് ഒരു കസേരക്ക് ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തി അവരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ വരാണ്ട് ഫോൺ കോൾ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും എൻക്വയറീസിന് ചിലപ്പോൾ ഡോക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നഴ്സുമാർ വന്നിട്ടുണ്ടാവും.
അപ്പൊ ഇവരെ എല്ലാവരും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടാവും. അതാണ് പറയുന്നത്, ഹോസ്പിറ്റലിന്റേതായ പ്രോട്ടോകോൾ ഇവർ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാവർക്കും ഇൻഫർമേഷൻസ് റിസപ്ഷനിസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ വരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവും ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. നിങ്ങൾ വായിച്ചു നോക്കാം. ഫസ്റ്റ് 2 പാരഗ്രാഫ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഞാൻ ഇത്തിരി സ്പീഡ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്നൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഒക്കെ കർട്ടസി എന്ന് പറയുന്നത് വിനയം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകേണ്ട വരും. ചില വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇത് നമുക്ക് കുഴപ്പമില്ല. ഇത് ചെറിയ മോക്ക് ടെസ്റ്റ് ആണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് വരുമ്പോ അത് സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയും. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് ഇട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. എന്താ നമ്മൾ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളുടെ മൈൻഡ് മുഴുവനും ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് വന്നില്ലേ? ഓരോ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നു. അവർക്ക് ഡോക്ടേഴ്സ് കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് എന്താ പേര് ഈ ഡോക്ടറിന് ഉണ്ട് എന്നൊക്കെ അത് ചെക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ വന്ന് തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ നമുക്കറിയാം ഒരു നെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് എവിടെ ഇരുന്നാണെങ്കിലും ഡോക്ടേഴ്സിന് അത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്നത് അനുസരിച്ച് അവർക്ക് അവരുടേതായ ടേബിളിൽ ഇരുന്നാൽ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ റിസപ്ഷനിസ്റ്റ് കൊടുക്കുന്ന ഓക്കെ, ഫസ്റ്റ് സാധാരണ ഇത് എടുക്കുമ്പോ അതായത് ഓരോ ടീച്ചേഴ്സിന്റെ ഇതനുസരിച്ച് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ്. കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ടെക്നിക്കലായിട്ട് നിങ്ങൾ എന്തായാലും ബന്ധപ്പെടേണ്ട വരും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, നമ്മള് ഫസ്റ്റ് വൺ അതായത് നമ്മള് റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയെ ഓർത്ത് വെക്കുക. ഇന്ന കാര്യങ്ങൾ അല്ലേ ഡോക്ടേഴ്സിന് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അതേപോലെ പേഷ്യൻസിനോട് പകർന്നു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അവരെ ഹാൻഡിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The front office is a department of the hospital which directly make contact with the patients where they first arrive. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ആദ്യം തന്നെ അല്ലെ പേഷ്യൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെന്ന് കയറുന്നത് എവിടെ? റിസപ്ഷനിസ്റ്റിന്റെ കൗണ്ടറിലാണ്. The staff who offer this department are directly family members. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു? ഫാമിലി മെമ്പേഴ്സിനെ പോലെയായിരിക്കും അല്ലെ? നമ്മുടെ വീട്ടിലുള്ള ജ്യേഷ്ഠന്മാര് ആ ഒരു അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് തന്നെയായിരിക്കണം നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തി പേഷ്യൻസിനെ ഒക്കെ വെൽക്കം ചെയ്യാനുള്ളത്. Then it functions as a central point of contact across the organization. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് അല്ലെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ഹോസ്പിറ്റലിന്റേതായ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് റിസപ്ഷനിസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ബേസിലാണ്. അവര് എത്രത്തോളം പേർക്ക് എന്തൊക്കെ ആണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിലാണ് പിന്നെ ഹോസ്പിറ്റലിന്റെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. The department maintains informations and records of all the patients of the hospital. ഡിപ്പാർട്ട്മെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും റെക്കോർഡുകളും എന്താണ് പേഷ്യൻസിന്റേതായ എല്ലാ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത് ആരാണ്? ഈ റിസപ്ഷനിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ.
നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓർഗനൈസേഷന്റെ ഓവറോൾ നല്ല ഒരു സ്ഥാപനമാണ് എന്ന് വരച്ചു കാട്ടുന്ന ആരാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. കാരണം വരുന്ന വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് പകർന്നു കൊടുക്കുന്ന നല്ല ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്, അല്ലെങ്കിൽ നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയുന്നത് എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലാബിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യങ്ങളാണ്, ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇൻ കേസ് നെറ്റ് സർവീസോ ഇന്റർനെറ്റ് സർവീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് എന്താ പറയുക റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ തന്നെ ഫോൺ നമ്പേഴ്സ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു ഇംപ്രഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. അദ്ദേഹം തന്നെയാണ് റിസപ്ഷനിസ്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടത്തുന്നത് എന്നുള്ളത്. ഒരു നല്ല റോള് കാഴ്ചവെക്കുന്നതും റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല ഇംപ്രഷൻസ് പകർന്നു കൊടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റോള് നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ആണെന്ന് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അയ്യോ ക്ലിയർ ആവുന്നില്ല, എന്റെ വോയിസിനാണോ ക്ലിയർ അല്ലാത്തത്? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഓക്കെ, ഞാനിത് ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്ത് ഓക്കെ ചിലപ്പോണെങ്കിൽ ഞാനൊന്ന് ഇച്ചിരി പാക്ക് ചെയ്തിരുന്നായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്നറിയാം. ഓക്കെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഞാനൊന്ന് ഇത് ചെയ്തിട്ടുണ്ട്, പൊസിഷൻ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ വോയിസ് ക്ലിയർ അല്ല? ഇവിടെ ക്ലിയർ ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എവിടെയോ ഒരാൾക്ക് മിസ്സാകുന്നുണ്ട് കേട്ടോ, അത് നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, ഒരുപാട് പേർക്ക് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ സംതിങ് ചിലർക്ക് വരാം അല്ലെ, ഒരു ഇതായതുകൊണ്ട് നെറ്റിന്റെ സംതിങ് പ്രോബ്ലംസ് വരാം. ഓക്കെ, then നമ്മൾക്ക് അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഇപ്പൊ എന്താ പറയണ ഇതുകൾ കഴിഞ്ഞു. then ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് നോക്കാം. The front desk position is often the first person that patients or their well-wishers interacted while contacting with the hospital. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. അതായത് നമ്മുടെ ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന പേഴ്സൺ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ ആണ് അവരാണ് നമ്മുടെ റിസീവിംഗ് പേഴ്സൺ എന്ന് പറയുന്നു. അങ്ങനെ അവരെങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു നല്ല വിഷസ് അല്ലെ, നമ്മള് വരുന്ന പേഷ്യൻസിന് നല്ലൊരു വിഷസ് ഒക്കെ കൊടുക്കും. നമ്മള് സാധാരണയായിട്ട് പേഷ്യൻസ് വരുമ്പോ ഗുഡ് മോർണിംഗ് സർ എന്നൊക്കെ പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് മാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ തിരക്കണേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതാണ് പറയുന്നത് വെൽ വിഷേഴ്സ് അവർ കൊടുക്കണം. ഇൻഫാക്ട് ബൈ കോൺടാക്ടിങ് വിത്ത് ദ ഹോസ്പിറ്റലിലേക്ക് വന്ന് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള ഒരു വിഷേഴ്സ് അവര് കൊടുക്കണം, റിസപ്ഷനിസ്റ്റ് ആയിട്ട് കൊടുക്കണം. So they are essentially the face and the voice of the hospital. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫേസ് അല്ലെ, മുഖം വരച്ചു കാട്ടുന്ന ഒരു പ്രതിനിധി എന്നുള്ള വ്യക്തിത്വം ആർക്കാണ്? റിസപ്ഷനിസ്റ്റിനാണ്. അതാണ് പറയുന്നത് they are essentially the face and voice of the hospital. അവരാണ് അവരുടെ മുഖത്തോട് കൂടിയിട്ട്, പ്രസന്നമായ മുഖത്തോട് കൂടിയിട്ട്, നല്ല എളിമയുള്ള വിനയത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന മനോഭാവത്തോടെ അവർ നല്ല വെൽക്കം ചെയ്യുമ്പോൾ അതാണ് എന്താ പറയുന്നത് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആയിട്ട് മാറുന്നു. ആൻഡ് ഫോർ ദിസ് റീസൺ they play an important role in the receptionist in the organization. അതുകൊണ്ട് തന്നെ ഇവര് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഹോസ്പിറ്റലിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ 2-3 പോയിന്റുകൾ ഇവിടെ എടുത്ത് പറഞ്ഞു അല്ലെ. നമ്മൾ ഒന്ന് പറഞ്ഞു എന്താണ് ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു അല്ലെ, സെൻട്രൽ പോയിന്റ് ആയിട്ട് വർദ്ധിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതേമാതിരി നമ്മൾ പറഞ്ഞു ഇവരാണ് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഓവറോൾ ഇംപ്രഷൻ ഒക്കെ പ്രദാനം ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്ന റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുന്നു. പിന്നെ നമ്മൾ വീണ്ടും പറഞ്ഞ എന്താണ് ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഫേസും വോയിസും ആയിട്ട് ഹോസ്പിറ്റലിൽ നിലനിർത്തുന്ന പേഴ്സൺ ആരാന്ന് പറഞ്ഞു? റിസപ്ഷനിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. കാരണം അവരാണ് ഫ്രണ്ട്ലി അല്ലെ, ഇവരെ വെൽക്കം ചെയ്യുന്ന പേഴ്സൺ, ഇവർക്കാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കുന്നത്. അപ്പൊ അവര് വരാനായിട്ടുള്ള ഒരു ചാൻസ് അവൈലബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? നമ്മള് കസ്റ്റമർ എന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു ബിസിനസ് ലാംഗ്വേജിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ അതിന്റെ ഒരു കസ്റ്റമർ എന്താണെന്നും കുറച്ച് കസ്റ്റമർ സർവീസ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അത് ബിസിനസ് മീനിങ്ങിൽ കുറച്ച് പറയുന്നതാണ്.
നോക്കാം. എന്താണ് a customer is referred to as the individual or household that purchase goods and services generated with the economy. അതായത് നമ്മൾ സാധാരണയായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സേവനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാണ് അല്ലെ. നമ്മൾ ആരാണെങ്കിലും നമ്മൾ ഓരോ ഷോപ്പിൽ പോയി സാധനം മേടിക്കുന്നത് നമുക്ക് എത്രത്തോളം സാമ്പത്തികമുണ്ടോ ആ സാമ്പത്തികം വെച്ചിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കും. അല്ലെങ്കിൽ സേവനങ്ങളാണ്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും ചിലര് സാധാരണയുള്ള ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും, ചിലര് എന്താണ് നല്ല ലക്ഷറി ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും. അത് എന്തിന്റെ ബേസിലാണ്? അവരുടെ സാമ്പത്തിക നിലയുടെ ബേസിലാണ്. അപ്പൊ അതാണ് പറയുന്നത് a customer is referred to as individual or household that purchase goods and services generated with the economy. Then next point എന്ന് പറയുന്നു the word is historically derived from custom, mean, habit. A customer is someone who frequently consists a particular shop. അതായത് നമ്മുടെ കസ്റ്റം എന്നുള്ള വേർഡിൽ നിന്നാണ് ഈ കസ്റ്റമർ വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ്, ശീലം എന്നുള്ള മീനിങ് നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതായത് ശീലത്തിന്റെ ബേസിലാണ് കസ്റ്റമർ എന്ന വേർഡ് വന്നിരിക്കുന്നത്. ഇനി എന്താന്ന് നോക്കാം. ഹൂ ഫ്രീക്വന്റ്ലി, അതായത് a customer is someone who frequently consists a particular shop and makes it a habit or purchases goods from a dealer and with whom the shopkeeper had to maintain a relationship to keep his or his her custom, which means expected purchase in the future. അതായത് ഇതിനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ശീലം, ഇപ്പൊ നമ്മള് ഒരു ഷോപ്പില് അദ്ദേഹം ഒരു സാധാരണയായിട്ട് നമ്മളാണെങ്കിലും വേറെ വ്യക്തികളാണെങ്കിലും ഒരു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥാപനത്തിൽ പോയി, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ സാധനം മേടിച്ചു. ഇപ്പൊ ഒരു ആഴ്ചയില് ഒരു ദിവസം പോയി മേടിച്ചു, പിന്നത്തെ ആഴ്ചയിലും ഒരു ദിവസം പോയി മേടിച്ചു. അതായത് ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, സാലറി കിട്ടുന്ന അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു, പിന്നത്തെ മാസം അതേ സ്ഥാപനത്തിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഈ കസ്റ്റമർ ഇസ് someone who frequently consists a particular shop and make it a habit to purchase goods from there. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത് ഇവരുടെ ഒരു ശീലമാണ്. ഈ കസ്റ്റമറിന്റെ ഒരു ഹാബിറ്റ് ആണ്, ഒരു ശീലമാണ്. ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, ചിലപ്പം വീക്കിലി ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും. എന്തായാലും ഈ വ്യക്തി എന്താണ് ഓരോ ഷോപ്പിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഷോപ്പിൽ പോയിട്ട് ഒരു നിശ്ചിത സ്ഥാപനത്തിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കും. ആൻഡ് വിത്ത് ഹൂം ദ ഷോപ്പ് കീപ്പർ ഹാഡ് ടു മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ്. അങ്ങനെ വരുമ്പോൾ ഈ ഷോപ്പ് കീപ്പറുമായിട്ടൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കും. അതായത് നമ്മളിപ്പോ ഒരു പ്രാവശ്യം പോയിട്ട് സാധനങ്ങൾ മേടിച്ചപ്പോ പിന്നെയും അതേ പ്ലേസിൽ തന്നെ പോയിട്ട് സാധനങ്ങൾ മേടിക്കും. അതേപോലത്തെ തന്നെ സാധനങ്ങളായിരിക്കും ചിലപ്പോ ആ വ്യക്തി കളക്ട് ചെയ്യും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ വിലയുള്ളതായിരിക്കാം, പക്ഷെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ചിലപ്പോൾ ചീപ്പ് റേറ്റ് ആയിരിക്കും, കൂടുതൽ എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ടാവും, കൂടുതൽ അളവിലായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഈ വ്യക്തി എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് അതാണോ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കാം. ഷോപ്പ് കീപ്പർ ഹാഡ് ടു മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ് ടു കീപ് ഹിസ് ഓർ ഹെർ കസ്റ്റം വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. അവരെ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് ഇവര് ഈ ഷോപ്പ് കീപ്പർ ഇങ്ങനെ ഗസ്റ്റ് ചെയ്യും, അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ടൈം വരുമ്പോഴും എന്ത് സാധനമാണ്. അപ്പൊ പിന്നത്തെ പ്രാവശ്യം വരുമ്പോ എന്താ പറയുക, ഷോപ്പ് കീപ്പർ പറയും ഇന്ന സാധനം വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇത്ര ക്വാണ്ടിറ്റി ഉള്ളതാണ്, ഇത്രയും വിലയുള്ളൂ. ചില പേഴ്സൺസ്, ചില വ്യക്തികൾ വന്നുകൊണ്ട് ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ ഇവർ പർച്ചേസ് ചെയ്യൂ. അപ്പൊ ഇവരുടെ ഇതിന്റെ പ്യുവർ ക്വാളിറ്റി ആണ്, റേറ്റ് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ പ്യുവർ ക്വാളിറ്റി ആണ്, എല്ലാ കമ്പനിയുടെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ പേഴ്സന്റെ എന്താണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്, സാധാരണയായിട്ട് എങ്ങനെയാണ് സാധനം മേടിക്കുന്നത് എന്നുള്ള ഒരു ശീലം ഈ ഷോപ്പ് കീപ്പർ മനസ്സിലാക്കിയിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ശീലം എന്താണെന്ന് ഈ വ്യക്തി ഷോപ്പ് കീപ്പർ മനസ്സിലാക്കി എടുത്തിട്ട് ഫ്യൂച്ചറില് ഭാവിയിൽ ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോ ഇന്ന സാധനം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഇന്ന പേഴ്സൺ വരുമ്പോൾ അത് കൊണ്ടുപോയിക്കോളും, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഈ വ്യക്തി പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ സാധാരണയായിട്ട് മേടിക്കുന്നത് അയാൾ മനസ്സിലാക്കി വെക്കും, നെക്സ്റ്റ് ടൈം വരുമ്പോഴും മനസ്സിലാക്കും. പിന്നെ അവർ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവും, ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഇന്ന സാധനങ്ങൾ ചിലപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് നേരത്തെ കുട്ടി മേടിച്ചു വെക്കും. അതാണ് ഫ്യൂച്ചറിൽ ഇവർ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ഇവർ വേദിച്ചു വെക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഒരു ബിസിനസ്സുമായിട്ടുള്ള ലാംഗ്വേജിലാണ് ഇവിടെ വിവരിച്ചു തരുന്നത്. നെക്സ്റ്റ് അതായത് കസ്റ്റമർ എന്നുള്ള മീനിങ് ആണ് വന്നത്. നെക്സ്റ്റ് വീണ്ടും പറയുന്നുണ്ട് കസ്റ്റമർ ഡിഫൈൻഡ് ആസ്, അതായത് ഇവിടെ കസ്റ്റമറിന്റെ ഒരു പദം വരാനുള്ളത് ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യൻസ്. അപ്പൊ പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിവരിച്ചിട്ടില്ല, പക്ഷെ ബിസിനസ് ലാംഗ്വേജിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ
പറഞ്ഞിരിക്കുന്നത്. നോക്കാം നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് നോക്കാം. കസ്റ്റമർ നീഡ് മേ ബി ഡിഫൈൻഡ് as the goods or service a customer need to achieve specific goals. Different needs are of varying importance to the customer. അതായത് കസ്റ്റമറിന്റെ ആ ഗോൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായി അല്ലെ, നമുക്കുള്ള ആവശ്യമായിരിക്കില്ല മറ്റൊരാളുടെ ആവശ്യം. അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനായിരിക്കും പ്രാധാന്യം. ആ ആവശ്യത്തിന്റെ ബേസിലാണ് അവര് സാധനങ്ങൾ മേടിക്കുന്നത്. അതാണ് പറയുന്നത് അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. എന്തെങ്കിലും സ്പെസിഫിക് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കണം എന്നുള്ള ഒരുവന്റെ ആവശ്യമായിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ. അവന് കൂടുതൽ അളവുള്ള സാധനമായിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പൊ അതായിരിക്കും അവന്റെ ഉദ്ദേശം, അതായിരിക്കും. അപ്പൊ വ്യത്യസ്തമായിരിക്കും വ്യക്തികളുടെ ഗോൾ എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നു. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് customer expectations are influenced by cultural values, advertising, marketing and other communications, both with the supplier and with the other sources. അതായത് കസ്റ്റമറിന്റെ ഈ എക്സ്പെക്ടേഷൻസ് ചിലപ്പോ നമ്മൾ പറയില്ലേ, ചില ഷോപ്പില് ഇന്ന കുറച്ച് സാധനങ്ങൾ നേരത്തെ കൂട്ടി അവർ സ്റ്റോർ ചെയ്ത് വെക്കും. ചില കുട്ടികളെ കണ്ടിട്ടില്ല, അവർ അഡ്വർടൈസ്മെന്റിലുള്ള സാധനം തന്നെ ചെന്നിട്ട് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് ചോദിക്കുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ അതിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്, അതായത് പ്രചോദിപ്പിച്ചേക്കുന്നത്. ചില വ്യക്തികൾ നമുക്കറിയാം, ചില റിലേറ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും, പറയും ഇന്ന ഷോപ്പിൽ പോയിട്ട് ഇന്ന സാധനങ്ങൾ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഈട് നിൽക്കുന്നുണ്ടാട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത്തരം ഷോപ്പിൽ തന്നെ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യും. ചില വ്യക്തികൾ പറയും ഇന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല ബൾക്കായിട്ട് കിട്ടും അല്ലെ, അപ്പൊ അതനുസരിച്ച് നമ്മൾ നോക്കി. അപ്പൊ അത് അവര് കമ്മ്യൂണിക്കേഷന്റെ ബേസിലാണ്. അപ്പൊ അതാണ് പറയുന്നത്, ചിലത് അഡ്വർടൈസ്മെന്റ് ബേസിലായിരിക്കാം, ചിലപ്പോൾ കൾച്ചറൽ വാല്യൂസ് നമ്മൾ നേരത്തെ പറയുന്നത് മാതിരി ചിലര് എന്താ പറയുക ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്ത് ചിലപ്പോൾ പാർട്ടി വെയറിന് വേണ്ടിയിട്ട് നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഡ്രസ്സ് ആഗ്രഹിച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ അത് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൾച്ചറൽ വാല്യൂസ്. ഇപ്പൊ ഈ കേസിൽ നമ്മൾ ഹോസ്പിറ്റലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നോക്കി, ചിലപ്പോ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നല്ലതായിരിക്കും, പക്ഷെ അവര് ചിലപ്പോൾ കൾച്ചർ വാല്യൂസിന്റെ ബേസിൽ അല്ലെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കേരളയുടെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരു ബിസിനസ് ലാംഗ്വേജ് പോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്നുള്ളത് കൂടി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവിടെ ഈ ഒരു പോയിന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് കൾച്ചറൽ വാല്യൂസ് ആവാം, അഡ്വർടൈസ്മെന്റ് ആവാം, മാർക്കറ്റിംഗ് ആവാം. ഇൻ കേസ് മാർക്കറ്റിംഗ് നമ്മൾ നോക്കിയ ചില സാധനങ്ങള് ചില ടൈമുകളിൽ ഇപ്പൊ പഴമൊക്കെ ആണെങ്കിൽ ചില തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ എന്നാണ് ചില ടൈമുകളിലൊക്കെ വില കുറവായിരിക്കും അല്ലെ. അപ്പൊ അവിടെ ആ ഒരു ലഭ്യത മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിൽ ഇപ്പൊ സുലഭമായിട്ട് ചില ചീപ്പ് റേറ്റിൽ കിട്ടുന്നു മനസ്സിലാക്കിയിട്ട് ചില ടൈമുകളിൽ മാർക്കറ്റിംഗ് നമ്മൾ മേടിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, ചിലതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതിന്റെ ബേസിലാണ് മനസ്സിലാക്കി തരുന്നതാണ്. നേരത്തെ പറഞ്ഞ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന്റെ ബേസിലും ചില സാധനങ്ങൾ നമ്മൾ ചില ഷോപ്പിൽ പോയി മേടിക്കും. ബോത്ത് വിത്ത് സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സ്. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലാണ് നമ്മള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനത്തിൽ പോകുന്നത്, നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിന്റെ കാര്യം എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. ചിലപ്പോൾ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ചില കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ പറയും ഡോക്ടേഴ്സ് ഇന്ന ഡോക്ടേഴ്സ് നല്ലതാണ്, അവിടെ പോയി നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം പെട്ടെന്ന് ഭേദമാകും കേട്ടോ. അപ്പൊ അതൊരു ട്രീറ്റ്മെന്റിന്റെ എന്താ പറയുക കമ്മ്യൂണിക്കേഷന്റെ ബേസിലാണ് നമ്മൾ അവിടെ പോയി ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോ നമ്മൾ പറഞ്ഞ മാതിരി അവരുടെ സൗകര്യങ്ങൾ നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പം കാര്യങ്ങൾ നടത്തി കിട്ടുമല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് ആയിരിക്കും, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് ഒരു വ്യക്തിയുടെ പ്രത്യേക ഗോൾ അനുസരിച്ചിരിക്കും അല്ലെ, പ്രത്യേക പരിഗണന കൊടുത്തിട്ടായിരിക്കും അവർ ആ വ്യക്തി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഇവിടെ വിവരിക്കുന്നത് ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള കസ്റ്റം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരാം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഒരു ചെറിയ ബിസിനസ് ലാംഗ്വേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും ബിസിനസ് ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ കസ്റ്റമർ സർവീസും ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. അതായത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് also known as a client service is the provision of a service to customer before, during and after a purchase. സാധാരണയായിട്ട് നമ്മൾ ഓരോ ഇലക്ട്രോണിക്സ് ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു ടി വി മേടിച്ചാൽ ഫ്രിഡ്ജ് മേടിച്ച് ഇലക്ട്രിക്സ് ആയിട്ടുള്ള സാധനം മേടിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് സാധാരണയായിട്ട് ചിലപ്പോൾ വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സർവീസ് അല്ലെ, നമുക്ക് വാഹന സൗകര്യം അവർ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ചെയ്ത് തന്നിരിക്കും. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ബേസ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഫുൾ പേയ്മെന്റ് ഒന്നും അവിടെ ചിലപ്പോൾ ഈടാക്കി വരുന്ന. പിന്നെന്താണ്, നമുക്ക് 2-3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള സൗകര്യം ചെയ്യും.
അത്തരത്തിലുള്ള സർവീസുകളെല്ലാം എന്താണ് കസ്റ്റമർ സർവീസ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് എ ക്ലയന്റ് സർവീസ് ഈസ് ദ പ്രൊഫഷൻ ഓഫ് എ സർവീസ് ടു കസ്റ്റമർ ബിഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സാധനം മേടിച്ച് അതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മതി എന്ന് പറയുന്ന ഒരു സർവീസ്. ഇൻ കേസ് ഡ്യൂറിങ് നമ്മൾ ആ ടൈമിൽ ചിലപ്പോ ആണെങ്കിൽ ഒരു വാഹന സൗകര്യം ഏർപ്പാടാക്കി തരുന്ന ഒരു സർവീസ്. ആൻഡ് ആഫ്റ്റർ പർച്ചേസ് ഇപ്പൊ കേസ് നമുക്കറിയാം റിപ്പയർമെന്റ് അല്ലെ എന്തെങ്കിലും ഒരു 3 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോഴൊക്കെ ഒരു വാറന്റി കാർഡൊക്കെ തരും. അപ്പൊ അത്തരത്തിലുള്ള സർവീസുകളൊക്കെ എന്തെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്നുള്ളത്. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അതൊരു ബിസിനസ് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കയറിപ്പെട്ടേക്കുന്നതാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവാനാണ്. ഓക്കെ, തമ്പയക്കുന്നുണ്ട്. എനിവേ കസ്റ്റമർ സർവീസും കൂടി മനസ്സിലാക്കി പോവാം. പിന്നെയാണ് നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ ഒരു ചെറിയ 2 പോയിന്റ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരാതിരിക്കാനായിട്ടും പറ്റില്ല. പിന്നെ ബിസിനസ് ലാംഗ്വേജിൽ നിങ്ങൾ ഹോസ്പിറ്റലും കൂടി കണക്ട് ചെയ്ത് വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിരിക്കും. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഒരു സാധനം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളാണ് കസ്റ്റമർ സർവീസ് എന്നുള്ള കാര്യം പറഞ്ഞു. According to Turban L 2002, customer service is a series of activities designed to improve the level of a customer satisfaction. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഇതൊരു സീരിയസ് ആയിട്ടുള്ള അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് കസ്റ്റമർ സർവീസ് കൊടുക്കേണ്ടത് കസ്റ്റമറിന്റെ ഒരു നമ്മുടെ ഉപഭോക്താവിന്റെ സംതൃപ്തിക്ക് അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കസ്റ്റമറിന് ചിലപ്പോ ഒരു ഉപഭോക്താവിന് ഈ ഒരു സംഭവം ഒരു ഇലക്ട്രോണിക്സ് ഇവിടെ വീട്ടിലെത്തിക്കുന്നത് അവർക്കൊരു സംതൃപ്തിയാണ്. വേറെ വണ്ടിയൊന്നും വിളിക്കാൻ പോകണ്ട, അവർ സർവീസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി 2-3 മാസം കഴിയുമ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ റിപ്പയർ ചെയ്യാനായിട്ട് കിട്ടും. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സംതൃപ്തിയാണ്. അപ്പൊ അത്തരത്തിലുള്ള സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലുള്ള സേവനങ്ങൾ സർവീസുകൾ കൊടുക്കാനുള്ളത്, കൽപ്പന ചെയ്യാനുള്ളത് എന്നുള്ളത്. അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. പറയുന്നു ദാറ്റ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഹാസ് ടു മീറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അതായത് നമ്മുടെ കസ്റ്റമറിന്റെ ഉപഭോക്താവിന്റെ ആ മനസ്സിൽ അല്ലെ മൈൻഡില് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സർവീസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്. ഫീലിംഗ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് മീറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അദ്ദേഹത്തിന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ളത്. Then customer service can be given by a salesman or a hospital executives. ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിനെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണയായിട്ട് സെയിൽസ്മാൻ അല്ലെ, നമ്മളിപ്പോ ഷോപ്പിൽ പോയി ഒരു സാധനം ഇലക്ട്രോണിക്സ് മേടിക്കുമ്പോൾ അവിടെ ചെയ്യുന്നത് ആരാണ്? സെയിൽസ്മാൻ ആണ് സർവീസുകൾ പ്രദാനം ചെയ്തു തരുന്നത്. അതേമാതിരി തന്നെ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ആണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രദാനം. ഇപ്പൊ നമുക്കറിയാം, ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഡോക്ടറിനെ നമ്മൾ വിസിറ്റ് ചെയ്ത് പിന്നെ അവരൊരു എന്താ പറയുക 1 വീക്കിനുള്ളിൽ വീണ്ടും വന്നാൽ അവർ പറയും എന്താണ് നമുക്ക് പേയ്മെന്റ് വേണ്ടാന്ന് പറയും അല്ലെ. അത് ഒരു തരത്തിലുള്ള സർവീസാണ്. അതായത് വിതിൻ 1 വീക്കൊക്കെ ആയിരിക്കും. ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈമിൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ ഫീസ് ഇടാം. അപ്പൊ അതൊരു തരത്തിലുള്ള ഒരു സർവീസ് ആണ്. അതായത് നമ്മുടെ കസ്റ്റമർ, അതായത് നമ്മുടെ പേഷ്യന്റിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സേവനമാണ്. അതാണ് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ചില ഇതികളിലെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. വീണ്ടും അതിന്റെ റിസൾട്ട് മേടിക്കാനായിട്ട് ചിലപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോഴൊക്കെ അവിടെ ചെല്ലേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ് നെറ്റ് സർവീസിന്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ റിസൾട്ട് ഒക്കെ നമ്മൾ കൊടുക്കാണ്. ഇപ്പോ എന്താ പറയുക എന്തെങ്കിലും SMS വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഒക്കെ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്യും. അത് നമ്പർ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു സർവീസുകളാണ്. അതെല്ലാം ചില ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കസ്റ്റമർ സർവീസുകളാണ് ഇവിടെ പറയുന്നത്. കസ്റ്റമർ സർവീസ് ക്യാൻ ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സർവീസുകളെല്ലാം പ്രദാനം ചെയ്യാം.
The medical receptionist is often the first person with the whom patient has the with the medical facility. മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉണ്ടോ എന്ന് പേഷ്യൻസിനെ അറിയിക്കുന്ന ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല ഓവറോൾ ഇംപ്രഷൻ കൊടുക്കുന്ന ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ്. അപ്പൊ റിസപ്ഷനിസ്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അല്ലെ, ഇത്തരത്തിലുള്ള കസ്റ്റമർ സർവീസുകളെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിപ്പോർട്ട് മേടിക്കാൻ ഇങ്ങനെ വരണമെന്നില്ല. നിങ്ങൾ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ റിപ്പോർട്ട് നിങ്ങളുടെ ഫയലിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടതില്ല. അങ്ങനത്തിലുള്ള സേവനങ്ങളുടെ കാര്യം പറഞ്ഞു തരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണോ? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. Giving patients individual attention can go a long way in establishing their positive experience with the facilities. ഇത് എത്രത്തോളം നമ്മൾ ആ വ്യക്തി അല്ലെ എത്രത്തോളം നാളെ പോകുന്നുണ്ടെങ്കിൽ കൂടിയും അത്രത്തോളം നാൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഈ സേവനം അവർക്ക് കാഴ്ചവെക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് അല്ലെ. ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് നമുക്ക് റിസൾട്ട് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ റിപ്പോർട്ടിൽ അറ്റാച്ച് ചെയ്തു എന്ന് മാത്രമല്ല, ഈ നെക്സ്റ്റ് ടൈമിലും ഇങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സ് വരികയാണെങ്കിൽ അവര് ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും എന്നുള്ള കാര്യം കൂടി നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് അറിയിക്കുന്നത്. ഓക്കെ, ഒരു കസ്റ്റമർ സർവീസും കസ്റ്റമർ നിങ്ങളെ ക്യാച്ച് ചെയ്തോ? ബിസിനസ് ലാംഗ്വേജിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെതായ കുറച്ച് സർവീസിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിസിനസ് ആണല്ലോ, ഹോസ്പിറ്റലും ഒരു ബിസിനസ് ഇതാണല്ലോ, ബിസിനസ് സ്ഥാപനമാണ്. ശരിക്കും ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിന്റെ സർവീസും എന്ന് പറയുന്ന ഒരു ബിസിനസ് തന്നെയാണ്. അപ്പൊ 6 ലാംഗ്വേജിലേക്ക് മീൻ ചെയ്യാൻ തന്നെ വേണ്ടിയിട്ടാണ് അത് അവരിവിടെ അത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തി നമ്മള് അത്രയും ടെക്നിക്സ് ഒക്കെ പ്രയോഗിക്കണം എന്നുള്ളത്. ഇതിലിപ്പോ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നത് അത് തന്നെയാണ്. റിസപ്ഷനിസ്റ്റ് ഇത്തരത്തിൽ ഈ പറഞ്ഞ കസ്റ്റമറിന്റേതായ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിന്റേതായ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ താഴേക്ക് വിവരിക്കുന്നത്. സാധാരണ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ ഇതിലെല്ലാം എന്താണ് ആ സേവനങ്ങളുടെ കാര്യങ്ങൾ, ഈ റിസപ്ഷനിസ്റ്റ് ചെയ്തു കൊടുക്കേണ്ട പ്രവർത്തനങ്ങൾ അവരിങ്ങനെ കസ്റ്റമറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്താ പറയുക വ്യക്തികളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പറയുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, നമുക്കൊരു ചെറിയ പോയിന്റും കൂടി ഒന്ന് പറഞ്ഞ് നോക്കാം. എന്തായാലും ഒരു ജസ്റ്റ് നമുക്കൊരു അടുത്തൊരു ടോപ്പിക്കിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നിർത്താം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. CRM എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഇത് ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. നോക്കാം. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് CRMന്റെ ഫുൾ ഫോം. അതായത് അതെന്താണെന്ന് നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, CRM സോഫ്റ്റ്വെയർ ഈസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. CRM എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മള് പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചെന്നുകൊണ്ട് നമ്മളെ റിസപ്ഷനിസ്റ്റ് ചെന്നുകൊണ്ട് ഇപ്പൊ എന്താണ് റിട്ടേൺ ഇതല്ല അല്ലെ, നമ്മൾ ഇപ്പൊ എല്ലാം എൻറ്റർ ചെയ്യണം. അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് എല്ലാ കാര്യങ്ങളും എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ ആ സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് CRM എന്നുള്ളത്. ചില മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ CRM സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് രേഖപ്പെടുത്തുന്നത് ഈ CRM എന്നുള്ള സോഫ്റ്റ്വെയറിലൂടെയാണ്. ഇതില് എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ളതാണ് CRMന്റെ ഫുൾ ഫോം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെന്താണ് നമ്മൾ കൊടുക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചെന്നുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അത് കളക്ട് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ വഴിയാണെന്നുള്ളതാണ്. ഓക്കെ,
ഇതൊരു റിലേഷൻഷിപ്പ്, മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. അതായത് ആ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ അല്ലെ ബന്ധപ്പെടുന്ന മാനേജ്മെന്റ് ആയിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഈ സോഫ്റ്റ്വെയറിൽ കൂടിയാണ്. ഈ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന നമ്മളുടെ ഇൻഫോർമേഷൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ പറയുന്നത് വാട്ട് ഇസ് എ ഹെൽത്ത് കെയർ CRM. ഹെൽത്ത് കെയറിലെ CRM എന്ന് പറയുന്നത് അത് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള CRM എന്നുള്ളത് എന്താണെന്നുള്ളത് വിവരിക്കുകയാണ്. ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് database on patients that are recorded securely and cannot be accessed by third parties. അതായത് ഈ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് കൊടുക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അല്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് രോഗാവസ്ഥ എന്നുള്ള കാര്യങ്ങളും, എന്തെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ പേഷ്യൻസ് ആണോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയും. അതെല്ലാം അന്നത്തെ രേഖപ്പെടുത്തും അല്ലെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഡോക്ടറെ കാണുന്നത്, നിങ്ങൾ വീട്ടിൽ മുമ്പ് ചെയ്ത് ഡോക്ടറെ കണ്ടു, നിങ്ങൾക്ക് എന്തൊക്കെ പ്രിസ്ക്രിപ്ഷൻ, അതങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചോദിച്ചറിയും. റിസപ്ഷനിസ്റ്റ് ചോദിക്കും, അതനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. അതനുസരിച്ചാണ് അവർ ഡോക്ടറെ നമ്മള് സെലക്ട് ചെയ്യുന്നത്, ഏത് ഡോക്ടറെ കാണണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകൾ അതിൽ പറയുന്നുണ്ട്. പേഷ്യൻസ് ദാറ്റ് റെക്കോർഡ് സെക്യൂർലി എന്നുള്ള പദം പറയുന്നുണ്ട്. അതായത് അതൊക്കെ അവരെന്താണ് നന്നായിട്ട് തന്നെ സൂക്ഷിക്കും, സേഫ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ആൻഡ് ക്യാനോട്ട് ബി അസസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. മറ്റൊരു ആൾക്കാർക്ക് വായിച്ചെടുക്കാം അല്ലെ. നമ്മളൊരു തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ അനുവദിക്കില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അതേ ഡിപ്പാർട്ട്മെന്റിൽ വായിച്ചെടുക്കാനായിട്ട് ഒക്കെ ഇരിക്കും. അതേ ഡോക്ടർ ചിലപ്പോൾ വിസിബിൾ ആയിട്ട് വായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മറ്റു തേർഡ് പാർട്ടീസിന് അത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്യാനോട്ട് ബി അസസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. അതുകൊണ്ട് പറയുന്നു എന്താണ് റെക്കോർഡ് സെക്യൂർ ചെയ്ത് നല്ല സെക്യൂരിറ്റി അല്ലെ, നമ്മളെ സ്വകാര്യതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഇൻഫോർമേഷൻസ് തന്നെയായിരിക്കും ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് ഇനി ഇത് പറയുന്നത്? The CRM medical software can easily provide the information required to the patients through text, phone calls or email from anywhere at any time. ഏത് ടൈമിലാണെങ്കിലും പേഷ്യൻസിന് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് നമ്മളിപ്പോ ഫോണിലൂടെ നമ്മൾ ചോദിച്ചിട്ട് നമ്മുടെ കാര്യം നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡോക്ടറെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ രീതിയിലാണെങ്കിലും നമുക്കത് കൊടുക്കാം. ചിലപ്പോൾ മെയിൽ വഴിയായിട്ടാണെങ്കിലും കൊടുക്കാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. And furthermore, these informations can also be used by hospitals to keep them informed on personalized care as a type of marketing measure. അതേപോലെ തന്നെ നമ്മൾ പറയാണ്, നമ്മൾ കൊടുക്കുന്ന ഈ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇപ്പൊ അവിടെ എത്രത്തോളം ഇപ്പൊ നമ്മൾ കൊടുക്കാൻ സ്കാൻ ചെയ്യാൻ എന്താ പറയുന്നത്, ഡയാലിസിസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയേഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് വീക്കില് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുമോ, എനിക്ക് റേഡിയേഷൻ ചെയ്യാത്തതുണ്ട്, ഡോക്ടർ ഇതാണ്, അങ്ങനെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോൺ വഴിയൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കും ഹോസ്പിറ്റലിലുള്ളവർക്കും എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ അല്ലെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം എക്യുപ്മെന്റ്സ് ഡയാലിസിസിന് ഇന്ന വ്യക്തി വരും, അപ്പൊ ഇവർക്ക് ഇന്ന സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ റേഡിയേഷൻ വരും, അല്ലെങ്കിൽ എന്താണ് ഏത് കാര്യത്തിനാണെങ്കിലും ഇന്ന പേഴ്സൺസ് ഇവിടെ വരാം, ആ സോഫ്റ്റ്വെയർ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് എത്രത്തോളം എക്യുപ്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ ഈ ടൈമിൽ വേണ്ടി വരും എന്നുള്ളത് കാര്യം കൂടി മെഷർമെന്റ് എടുക്കാന്ന് പറഞ്ഞാൽ ആളുകൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Okay, hospital to keep them informed on personalized care as a type of a marketing measure. Then a CRM in healthcare not only store patients' contact information, but it also give a comprehensive overview of their medical history. അതായത് നമ്മള് പറയാണ് ഒരു ചെറിയ കാര്യം മാത്രമല്ല അല്ലെ, നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നിന്ന് പറയുന്നത് CRM എന്ന് പറയുന്നത് നോട്ട് ഓൺലി സ്റ്റോർ പേഷ്യൻസ് കോണ്ടാക്ട് ഇൻഫോർമേഷൻസ്, ഒരിക്കലും അവരെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മാത്രമല്ല CRM-ല് സൂക്ഷിക്കുന്നത്. ബട്ട് ഇറ്റ് ഓൾസോ ഗിവ്സ് കോംപ്രിഹെൻസീവ് ഓവർവ്യൂ, അതായത് സകലതും അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്, നിങ്ങൾക്ക് എന്താണ് രോഗാവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇവരുടെ ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകും. ദെൻ മെഡിക്കൽ ഹിസ്റ്ററി, അതാണ് പറയുന്നത് അവരുടേതായ മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, ഇവരുമായി ബന്ധപ്പെട്ട ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സും പ്രിസ്ക്രിപ്ഷൻസും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയിരിക്കും.
As well, in short, the availability of medical CRM help the healthcare industry to offer instant service. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് പകരം സർവീസ് ഏത് തരത്തിലുള്ള മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് നല്ലൊരു സേവനമാണ് കൊടുക്കുന്നത്. അതേമാതിരി തന്നെ സൊല്യൂഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൻ്റെതായ എല്ലാ പെർഫോമൻസും കൂടി ഇവർക്ക് അവൈലബിൾ ആക്കി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളൊരു ഹിസ്റ്ററി കൊണ്ട് ചെല്ലാണ് ഡോക്ടറുടെ അടുത്ത് റിസപ്ഷനിസ്റ്റിൽ ചെല്ലുമ്പോൾ നമ്മുടേതായ ഒരു ഹിസ്റ്ററി രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും തന്നെ പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻസ് സോഫ്റ്റ്വെയർ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇന്നിന്ന സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താം, ഇന്നിന്ന ഡോക്ടേഴ്സിന്റെ സേവനം നിങ്ങൾക്ക് കാഴ്ചവെക്കാം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൻ്റെതായ ഓവറോൾ ഇംപ്രഷൻസും ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് CRM സോഫ്റ്റ്വെയർ വഴി ഇൻഫോർമേഷൻസ് പേഷ്യൻസ് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ ഇവർക്ക് തിരിച്ചും റിസപ്ഷനിസ്റ്റ് തിരിച്ചും ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് അവർക്ക് കാണിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ കുറെ എക്യുപ്മെന്റ്സ്, എത്രത്തോളം എക്യുപ്മെന്റ്സ് ഒക്കെ ഈ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ള മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം കുറെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ ഫോൺ വഴിയാണെങ്കിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ സെക്യൂർ ആയിരിക്കും. അതായത് ഒരിക്കലും തേർഡ് പാർട്ടീസിനൊന്നും കാണിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് CRM സോഫ്റ്റ്വെയറിൽ ഇവര് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതുവരെ എടുക്കുന്നുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. മാം CRM അതിൻ്റെത് ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞുതരും മലയാളം മീനിങ്. ഓക്കെ, പറഞ്ഞോളൂ, ഒന്നുകൂടി പറഞ്ഞോളൂ. ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ. ഹലോ, നിങ്ങൾക്ക് എന്താണ് ചോദിച്ചത്? എനിക്ക് ക്ലിയർ ആയില്ല, എന്താ ചോദിച്ചത്? ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. മാം ഓക്കെ, ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമോ? നമുക്ക് ടെസ്റ്റ് സാധാരണയായിട്ട് നമ്മൾ ഇടാറുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഇടും. നിങ്ങൾക്ക് അത് എന്താ പറയാ, മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ചൂസ് ചെയ്യാം. എന്താണ്, ഒരു 4 ഓപ്ഷൻ ഉണ്ടാവും. അതിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ചൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്. ഇത് മാം ടോട്ടലി ഇത് പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം മാം ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ മനസ്സിലാക്കാനും സാധിച്ചില്ല. അത് എന്തായാലും നമ്മളെ ക്ലാസ് റൂമും അപ്ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ഫസ്റ്റ് 1 ടൈം കേട്ടിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂം ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അത് കേൾക്കാൻ പറ്റും. ഇൻ കേസ് ഇപ്പൊ ഇവിടെ ആരൊക്കെ വേറെ ഡൗട്ടുകളും ചോദിച്ചായിരുന്നു. കസ്റ്റമർ സർവീസ് ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ എന്തെങ്കിലും ചോദിച്ചോ? കസ്റ്റമർ സർവീസ് ചോദിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്, ഞാനിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഓക്കെ, നിങ്ങളെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഈ ലാസ്റ്റ് മിനിറ്റുകളിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാം. കസ്റ്റമർ സർവീസ് ചോദിച്ചു. കസ്റ്റമർ സർവീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് ലാംഗ്വേജിലേക്ക് ആദ്യം തന്നെ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് എന്തെങ്കിലും ബിസിനസ്, ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് സംബന്ധമായ സാധനങ്ങൾ ഇപ്പം വീട്ടിലേക്കൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, അവര് കുറെ കാര്യങ്ങൾ ഓഫർ ചെയ്യും, അല്ലെ, സർവീസുകൾ ഓഫർ ചെയ്യും. അതായത് നിങ്ങൾക്ക് ഒന്നിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തേണ്ട, ഇൻസ്റ്റാൾമെന്റ് ബേസ് ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും, ഫിറ്റ് ചെയ്ത് തരും. പിന്നെ വീണ്ടും അവർ പറയും, നിങ്ങൾക്ക് ഒരു 3 month ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരികയാണെങ്കിൽ ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് തരും. അങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്തരത്തിലുള്ള സേവനങ്ങൾ അവർ പ്രദാനം ചെയ്യും, അല്ലെ.
അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു സേവനമാണ് അത് പ്രദാനം ചെയ്യുന്നത്. അത് കസ്റ്റമറിന് ബിഫോർ നമുക്ക് സാധനം മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാൾമെന്റ് വഴി മതി എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ബിഫോർ തരാം, ഇൻ കേസ് ഡ്യൂറിങ് ആ സമയത്ത് അല്ലെ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ സാധനം വീട്ടിൽ എത്തിച്ചു തരും, അതേപോലെ ഫിറ്റ് ചെയ്ത് തരും. ആൻഡ് ആഫ്റ്റർ പർച്ചേസ് ഇൻ കേസ് അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും കേടുപാട് മാറ്റി തരാം, ഫ്രീ ആയിട്ട് ചെയ്തു തരാം. അത്തരത്തിലുള്ള സേവനങ്ങളെയാണ് എന്ത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഗർഭാന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത്, ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നത്. അതായത് ആ കസ്റ്റമറിനെ ആ ഒരു ഉപഭോക്താവിനെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഏതാണെന്ന് സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഇവർക്ക് പ്രദാനം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. പിന്നെ വീണ്ടും പറയുന്നുണ്ട് ഇതിലെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതിലെ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് മാനാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. മറ്റേ ഷോപ്പിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോപ്പിലാണെങ്കിൽ സെയിൽസ്മാൻമാരാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ ഒരു സാധാരണയായിട്ട് ഒരു OP ടിക്കറ്റ് എടുക്കുമ്പോൾ അല്ലെ വിത്തിൻ ഒരു 8 ഡേയ്സിലുള്ള വീണ്ടും ആ വ്യക്തി ആ ഡോക്ടറിനെ തന്നെ വിസിറ്റ് ചെയ്ത് വരാണെങ്കിൽ അവരെന്താണ് ഫ്രീ ആയിട്ട് ഡോക്ടറിനെ അല്ലെ പേയ്മെന്റ് ഇല്ലാതെ തന്നെ ഡോക്ടറെ കാണാനായിട്ടുള്ള സേവനം കൊടുക്കും. പിന്നെ വീണ്ടും അവർ പറയുന്നുണ്ട് എന്താ ഇന്റർനെറ്റ് സർവീസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ നമ്മൾ ടെസ്റ്റിനൊക്കെ ലാബിന് കൊടുത്തേക്കുകയാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ മാതിരി നമ്മൾക്ക് സമയമെടുത്ത് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് മേടിക്കണമെന്നില്ല. അത് നെറ്റ് വഴി SMS വഴിയോ വാട്സപ്പ് വഴിയൊക്കെയോ നമുക്ക് നെറ്റിലൂടെ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ഒരു സേവനം. ഇതെല്ലാം എന്താണ് നമ്മുടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സേവനമാണ്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സേവനങ്ങളെല്ലാം ആരെ അറിയിക്കുന്നു എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്തരം സേവനങ്ങളെല്ലാം അറിയിച്ചു തരുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ടൈം വരുമ്പോഴും നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം കേട്ടോ. നമ്മൾ CRM ആണ് പറഞ്ഞു നിർത്തിയത്. അതിന്റെ അഡ്വാൻറ്റേജസും ബാക്കിയൊക്കെ എടുക്കാം. നിങ്ങൾ വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് റൂമിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ടൈമിൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, എനിവേ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഓവറായി. ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ബൈ. താങ്ക് യു.